15 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാൾ 3 മിനിറ്റിനുള്ളിൽ ഒരു പാലം കടക്കുന്നു. ആ പാലത്തിൻ്റെ നീളം എത്ര മീറ്റർ എന്ന ചോദ്യം. തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് നോക്കിയാൽ സ്പീഡ് തന്നിട്ടുണ്ട്. ആ വ്യക്തിയുടെ സ്പീഡ് എത്രയാ? 15 km/h ആണ് സ്പീഡ് തന്നിരിക്കുന്നത്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? 3 മിനിറ്റ് കൊണ്ടാണ് അയാൾ ആ പാലം ക്രോസ് ചെയ്തതെന്ന് പറയുന്നുണ്ടല്ലേ. സമയം അവൈലബിൾ ആണ് 3 മിനിറ്റ്. എന്താ കണ്ടുപിടിക്കണ്ടേ? പാലത്തിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഈ ടൈം പീരീഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ ഡിസ്റ്റൻസ് ആണ്. സ്പീഡും ടൈമും അവൈലബിൾ ആണെങ്കിൽ ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ പറ. ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്തെന്നാൽ സ്പീഡ് തന്നിരിക്കുന്ന യൂണിറ്റ് ഒന്ന് നോക്കിയേ. സ്പീഡ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മണിക്കൂറിലാണ്, സമയം മിനിറ്റിലാണ്. കയറി ഗുണിക്കാനൊന്നും പറ്റില്ല, യൂണിറ്റ് മാറിക്കിടക്കുക. അപ്പോൾ യൂണിറ്റ് സെയിം ആകാതെ ഇവിടെ കാൽക്കുലേഷൻ പോസിബിൾ അല്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജോലി എന്താ? സമയത്തിൻ്റെ യൂണിറ്റ് മാറ്റണം, സമയത്തിനെ കൂടി മണിക്കൂറിൽ കൊണ്ടുവരണം. അപ്പം തന്നിരിക്കുന്ന 3 മിനിറ്റ് എത്ര മണിക്കൂറാണെന്ന് കാണാം. നിങ്ങൾക്കറിയാം 60 മിനിറ്റ് ചേരുന്നതാണ് 1 മണിക്കൂർ. അപ്പം 3 മിനിറ്റ് എത്ര മണിക്കൂറാണെന്നറിയാൻ 60 കൊണ്ടങ്ങ് ഹരിച്ചാൽ പോരെ. അപ്പം സമയം 3/60 മണിക്കൂർ എന്ന് കിട്ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ, പ്രശ്നമൊന്നുമില്ല, യൂണിറ്റ് സെയിം ആയി. അപ്പോൾ സ്പീഡിൻ്റെ അവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 15, സമയത്തിൻ്റെ അവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 3/60. ഓക്കെ ആണോ ഇത്രയും? ഇനി ക്യാൻസലേഷൻ ഒന്ന് നോക്കിയേ. ഗുണിച്ചാൽ മതി, അതിന് മുമ്പ് ക്യാൻസൽ ചെയ്യുന്നവരെ ക്യാൻസൽ ചെയ്യാം. 15നെ 60നെയും വെട്ടിക്കളയരുതോ. 15 × 4 അല്ലേ 60. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇങ്ങനെയാണ്, 3/4 എന്ന് കിട്ടി. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ യൂണിറ്റ് എന്താ? സ്പീഡ് പറഞ്ഞിരിക്കുന്നത് കിലോമീറ്ററിലായതുകൊണ്ട് ഈ കിട്ടിയ ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണ്. 3/4 കിലോമീറ്റർ എന്ന് കിട്ടി. ചോദ്യം നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നീളം കണ്ടുപിടിക്കണം, പക്ഷേ ഇറ്റ് ഷുഡ് ബി ഇൻ മീറ്റർ, മീറ്ററിലായിരിക്കണം. അപ്പോൾ ഒരു ജോലിയും കൂടെ ബാക്കിയാണല്ലോ. ഈ കിട്ടിയ ആൻസറിനെ മീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യണം. എൻ്റെ കുട്ടികൾ പറ. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? 1000 മീറ്റർ ചേരുന്നതാ 1 കിലോമീറ്റർ. അപ്പോൾ കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 1000 കൊണ്ടൊന്ന് ഗുണിച്ചാൽ പോരെ, അതങ്ങ് മീറ്ററിലാകും. ഇവിടെയും ക്യാൻസലേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ക്യാൻസലായി പോവും. 4ഉം 1000ഉം കൂടെ വെട്ടിക്കളയരുതോ. 1000നെ 4 കൊണ്ട് ഹരിച്ചാൽ അത് 250 നിങ്ങൾക്കറിയാം. ബാക്കി എന്തു വന്നു? 3 × 250 നമ്മുടെ ആൻസർ. ആ പാലത്തിൻ്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ 750 മീറ്റർ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.